എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പെട്ടെന്നൊരു ഉള്ളിക്കറി ഉണ്ടാക്കാം. നല്ല ഹോട്ടൽ ടേസ്റ്റോട് ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പിൽ. അപ്പോൾ 1/4 കിലോളം ഉള്ളി എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പുളി. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. കടുക് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഉലുവ. അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് പൊളിക്കാനായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മുന്നേ ഒന്ന് വെള്ളത്തിലിട്ടാൽ മതി. അന്നേരം പെട്ടെന്ന് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 1/4 കിലോളം ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 2ആയിട്ട് കീറിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് വരും. ഇപ്പോൾ പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി, സവാള ഇതുപോലെയുള്ളതൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം കണ്ട ഇതേപോലെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. 1.5-2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടീസ്പൂണ് നമ്മൾ മുളക് പൊടി ചേർത്താൽ 1 ടീസ്പൂണ് മല്ലിപ്പൊടി വേണം ചേർക്കാനായിട്ട്. എരിവ് വേണ്ടവർക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് നല്ല എരിവ്, ഭയങ്കരമായിട്ട് എരിവൊന്നും വരത്തില്ല. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ 2 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ അതൊന്ന് വറുത്ത് എടുക്കണം. കാരണം അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറി കിട്ടണം. എന്നിട്ട് നമുക്ക് പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിരുന്നു. 1 ഉരുള പുളിയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അതൊന്ന് ഒഴിക്കാം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് 2-3 ദിവസം ഈ ഉള്ളിക്കറി ഇരുന്നാലും അഴുക്കാകത്തില്ല. നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ഇത് അഴുക്കാകത്തില്ല. നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുക്കാവും. ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ടി വരും, പിന്നെ എടുത്ത് ചൂടാക്കേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ കുറുകി കിട്ടുമ്പോൾ നമുക്കിങ്ങനെ മറ്റേ ചോറിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടാനായിട്ടൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ളത് ദയവായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പെട്ടെന്നുണ്ടാക്കാവുന്ന ഉള്ളിക്കറിയാണ്. എല്ലാവർക്കും താങ്ക്സ്.